ആൾക്കാരും പലരുടെ കയ്യിൽ നിന്നും പലതും വാങ്ങിയിട്ടൊക്കെ റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു സിനിമയെ തകർക്കാൻ, ഒരു സിനിമയെ വിജയിപ്പിക്കാൻ റിവ്യൂ ഡിസീസ് എന്നങ്ങാൻ പറയുന്ന അല്ലെങ്കിൽ റിവ്യൂ സിനിമ സംവിധാനം എന്ന് എഴുതി കാണിക്കുന്നത് ക്രിഞ്ചാണ്, അല്ലെങ്കിൽ നിർമ്മാണം എന്ന് എഴുതി കാണിക്കുന്നത് ക്രിഞ്ചാണ്, സിനിമയിൽ ഇടവേള വരുന്നത് ക്രിഞ്ചാണ്. അങ്ങനെ നോക്കരുതായിരുന്നു, അതൊക്കെ മാത്രം ഇങ്ങനെ നോക്കണമായിരുന്നു എന്നൊക്കെയാണ് ആ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അതിലെല്ലാം ഉണ്ട്. അതോടുകൂടി നമ്മൾ റിവ്യൂ ആണെന്ന് നിർത്തും. ഇന്നത്തെ കാലത്ത് ഈ സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പലരും റിവ്യൂസ് നോക്കിയിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. എന്നെ കുറിച്ച് പറയുന്നത്, ഞാൻ റിവ്യൂ നോക്കിയിട്ടല്ല സിനിമ കാണുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടറാണോ അത് നോക്കിയിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. ഇപ്പൊ പലതരത്തിലുള്ള റിവ്യൂ പറയുന്നവരുണ്ട്. ഇപ്പൊ പോസിറ്റീവ് പറയുന്നവരുണ്ട്, നെഗറ്റീവ് പറയുന്നുണ്ട്. ഇപ്പൊ നല്ല പടമാണെങ്കിലും പൈസ വാങ്ങിയിട്ട് പോസിറ്റീവ് പറയുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നു എന്ന് പറയുന്ന ജാണറിൽപ്പെട്ട കുറെ പേരുണ്ട്. ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഉന്മാദം മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മൂവി ഇറങ്ങിയ ടൈമില് എപ്പോഴും റിവ്യൂ പറയുന്ന ഒരാളാണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആള്. അപ്പൊ പുള്ളി ഈ ഉന്മാദം മൂവിയുടെ റിവ്യൂ പറഞ്ഞ ടൈമില് അതിന്റെ താഴെ വന്നിരിക്കുന്നത് കുറെ നെഗറ്റീവ് കമന്റ്സ് ആണ്. ഇപ്പൊ പലരും അദ്ദേഹത്തിന്റെ കമന്റ് കണ്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നവരുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ റിവ്യൂ പറയുന്നവരുടെ റിവ്യൂ കേട്ടിട്ട് സിനിമയ്ക്ക് പോകുന്നവരെ കുറിച്ച് എന്താണ് ചേട്ടന് പറയാനായിട്ടുള്ളത്? അല്ല, യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ കോവിഡ് കാലത്തിന് ശേഷമാണ് ഈ റിവ്യൂവേഴ്സ് പൊന്തി വരാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ റിവ്യൂവേഴ്സ് ഒക്കെ പറയുന്ന ആറാട്ടനെ പോലുള്ള ആൾക്കാരാണ് അല്ലെ. അവരൊക്കെ തുടങ്ങി റിവ്യൂ പറയാൻ തുടങ്ങി. പിന്നെ അവരൊരു ബ്രാൻഡാക്കി, അവരൊരു മോഘാക്കി മാറുന്നു. പിന്നെ ഈ അലിൻജോസ് പെരേര പോലുള്ള ആളുകളൊക്കെ വന്ന് അത് ഏറ്റെടുക്കുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന അശ്വന്ത് കോക്കിനെ പോലുള്ള ഉണ്ണി വ്ളോഗ്സിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇത് റിവ്യൂ ചെയ്യാൻ തുടങ്ങിയത്. ഇവരുടെ റിവ്യൂ കേൾക്കുമ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് വളരെ സിനിമയെ പറ്റി വ്യക്തമായി അറിയുന്ന, വളരെ കണ്ണിങ് ആയി പോയി ഇത് കണ്ട് ഇവരുടെ അഭിപ്രായം ആണ് എല്ലാ ആളുകൾക്കുള്ളത്, അല്ലെങ്കിൽ ഇതൊരു മോശം പടം ആയിരിക്കും എന്നുള്ളൊരു ധാരണ പൊതുവെ മലയാളിക്കുണ്ട്. എന്നാൽ മലയാളിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് എൻഗേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കാണുന്ന ഒരു വീഡിയോ, ഒരു ഇൻഫ്ലുവൻസർ പറയുന്ന കാര്യം ഇതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ആളുകൾ. ഏതെങ്കിലും ഒരു പരസ്യത്തിൽ പോയിട്ട് ഒരു ആക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ആ സാധനം പോയി വാങ്ങുകയും പിന്നീട് അയ്യോ ഇതില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരാണ് മലയാളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ്. അപ്പം അവര് ഒരു സിനിമ കാണുന്ന സമയത്ത് അവരുടെ ഇഷ്ടവും അവരുടെ താല്പര്യവും അവരുടെ രാഷ്ട്രീയവും അവരുടെ ചിന്താഗതിയും ഒക്കെ ആ റിവ്യൂവിൽ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ ഒരാൾക്കും ഇഷ്ടമില്ലാത്ത കുറെ സിനിമ, ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചു മുമ്പ് ഒരു പ്രമുഖ കല്ലബില്ലയായിട്ട് സിനിമ എടുത്തുകൊണ്ടിരുന്ന ഒരു സംവിധായകനുണ്ട്. ആ സംവിധാന പേര് ഞാൻ പറയുന്നില്ല. ഒരു നടിയെ ഒക്കെ പിന്നെ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു ആളാണ്. അദ്ദേഹം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു സിനിമ, ആ സിനിമ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അതൊരു ടോട്ടലി എല്ലാ ആൾക്കാരും പറഞ്ഞത് ഒരു മോശം സിനിമയാണ്, അല്ലെങ്കിൽ അതൊരു ആവറേജിലും താഴെയാണ് എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. അദ്ദേഹം നല്ല സിനിമ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് വളരെ നല്ല സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് റിവ്യൂ ചെയ്ത ആളാണ് ആര്? ഈ പറയുന്ന അശ്വന്ത് കോക്ക്. അശ്വന്ത് കോക്ക് കഴിഞ്ഞ ദിവസം ഉന്മാദം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്തു. ഉന്മാദം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, ഷാഹി കബീറാണ് ആ ഒരു ഉന്മാദത്തിന്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. ഷാഹി കബീറിന്റെ തിരക്കഥകളൊക്കെ നമ്മൾ എടുത്തു പരിശോധിച്ചാല് അദ്ദേഹം നായാട്ട് എന്ന് പറയുന്ന ഒരു സിനിമ, ജോസഫ് എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ, ഈ സിനിമയെല്ലാം എഴുതിയിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു നായാട്ടിന് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. നായാട്ടിന്റെ ഒക്കെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് സമൂഹത്തിൽ നിൽക്കുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ, അങ്ങേയറ്റത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടതെന്ന് ഞാൻ പറയുമ്പോൾ ഒരു വിഭാഗത്തിൽ, ഇപ്പൊ അദ്ദേഹം എഴുതുന്ന പല കഥകളും സിനിമയുമായി ബന്ധപ്പെട്ടാണ്. ആ സിനിമയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ പറ്റി, നമ്മൾ പോലും അറിയാത്ത അവരുടെ ഗതികേടിനെ പറ്റി, അവരെ കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും ചേർന്ന് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അപ്പം അതൊക്കെ ജോസഫ് തുടങ്ങിയ കഥകൾ, അതിലൊക്കെ ഒരു സോഷ്യൽ എലമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവയവ മാഫിയെ പറ്റി ഒരു കൃത്യമായി പറയുന്നുണ്ട്. അതിൽ നിന്ന് ശേഷം അദ്ദേഹം എഴുതിയൊരു സിനിമയാണ് ഇപ്പം വന്ന ഉന്മാദം എന്ന് പറയുന്നത്. ഉന്മാദം ഞാൻ കണ്ടു. ഞാൻ കണ്ടതിന് ശേഷം പ്രതികരിക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ അശ്വന്ത് കോക്കിന്റെ ഈ റിവ്യൂ, ഉണ്ണി വ്ളോഗ്സിന്റെ റിവ്യൂകളൊക്കെ ഒരു നെഗറ്റീവാണ് ഈ സിനിമയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു മഹാമോശം പടം എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനടിയിൽ മൊത്തം കമന്റുകൾ, ഞാൻ കണ്ട പടം തന്നെയല്ലേ നിങ്ങൾ കണ്ടത്, നിങ്ങൾ ഇതിനെപ്പറ്റി ഇങ്ങനെ മോശം പറയരുത്, ഇത് എല്ലാവരും ഈ റിവ്യൂ കാണാതെ പോയി പണം കാണുക എന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് 1-2 ആൾക്കാരാണെങ്കിൽ നമുക്ക് പറയാം അത് നമ്മൾ ചെയ്യിച്ചതാണ് എന്ന് പറയാം. ഭൂരിഭാഗം ആളുകളും പറയുകയാണ്. ഇപ്പൊ ദൃശ്യം 3 അനുകൂലമായിട്ട് അശ്വന്ത് കോക്ക് പറഞ്ഞപ്പോ അതിനെതിരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പൊ സത്യത്തിൽ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അശ്വന്ത് കോക്ക് ആദ്യകാലങ്ങളിൽ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ പിന്നീട് വന്ന് അദ്ദേഹത്തിന് എന്തോ റിവ്യൂ ഫോബിയ അല്ല, റിവ്യൂ ഡിസീസ് എന്നങ്ങാൻ പറയുന്ന, അല്ലെ റിവ്യൂ സിൻഡ്രം അങ്ങനെയൊക്കെ പറയാൻ നോക്കുക. അങ്ങനെ എന്തോ ബാധിച്ചിട്ടുണ്ട്. കാര്യം അദ്ദേഹം പറയുന്നത് ആ സിനിമ ഇത്ര മണിക്കൂറിൽ നിർത്താമായിരുന്നു, ഇത്ര സമയത്ത് നിർത്താമായിരുന്നു. ഈ സീനിൽ
ആ കാര്യങ്ങൾ വേണ്ടായിരുന്നു. ആ സീനിൽ എന്താണ് ഒരു പോലീസുകാരൻ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി പോയ ഒരാൾക്ക് ഒരു ചെക്ക് കൊടുക്കുന്നു. ആ ചെക്കുമായി വീട്ടിലേക്ക് വരുന്ന പോലീസുകാരൻ അവിടെ നിന്ന് പെട്ടെന്ന് അത് ഭാര്യയോട് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് റെഡിക്ക് തിരക്കഥാകൃത്തിന്റെയും സംവിധായകന്റെയും ഒക്കെ സ്വാതന്ത്ര്യമാണ്. മാത്രമല്ല ആ സിനിമയിൽ കുഞ്ചാക്കോന്റെ ഭാര്യ അഭിനയിക്കുന്ന ലിജോ മോൾ ഭയങ്കര ദേഷ്യമുള്ള കഥാപാത്രമാണ്. ആ പൊറുതിമുട്ടിയിട്ടുള്ള ദേഷ്യമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാളെടുത്തേക്ക് എടി എനിക്കിതാ കിട്ടി എന്നും പറഞ്ഞ് ഓടി വന്ന് കൊടുക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ലായിരുന്നു അയാൾ. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ മാറ്റാനാണ് അയാൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ അതിനെ പിന്നെ എന്താണ് ലാഗാണ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം അശ്വന്ത് കോക്കിന്റെ പ്രശ്നം സംവിധാനം എന്ന് എഴുതി കാണിക്കുന്നത് ക്രിഞ്ചാണ്, അല്ലെങ്കിൽ നിർമ്മാണം എന്ന് എഴുതി കാണിക്കുന്നത് ക്രിഞ്ചാണ്, സിനിമയിൽ ഇടവേള വരുന്നത് ക്രിഞ്ചാണ്, സിനിമ അവസാനിക്കുന്നത് ക്രിഞ്ചാണ്. സിനിമ നമ്മള് കഴിയല്ലോ ഈ സിനിമ അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള റിവ്യൂ ആണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പുള്ളിക്ക് എല്ലാം ക്രിഞ്ചാണ്. ആ പറയുന്ന പിന്നെ ഒരു സിനിമ വരുന്ന സമയത്ത് ആ സിനിമയിൽ എന്തെങ്കിലും ഒരു കഥാപാത്രം, ആ കഥാപാത്രം അങ്ങനെ നോക്കരുതായിരുന്നു, ആ കഥാപാത്രം ഇങ്ങനെ നോക്കണമായിരുന്നു എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. നമുക്കൊരു സിനിമയെ റിവ്യൂ ചെയ്യാം, അതിനൊരു കുഴപ്പമില്ല. ആ സിനിമ നല്ലതാണോ മോശമാണോ എന്ന് പറയാം. പക്ഷെ മോശമാണ് എന്ന് പറയുന്നത് ആ സിനിമയിൽ ഭയങ്കരമായ ലാഗാണ്, ആ സിനിമ ഇങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ സിനിമയിൽ ലാഗ് ഉണ്ട്, പക്ഷെ ആ ലാഗ് എന്ന് പറയുന്നത് ആ സിനിമയിലെ കഥാപാത്രങ്ങളും ആ സിനിമയിലെ കഥാസാഹചര്യവും ആ ലാഗിനെയാണ് നമ്മളെ കാണിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു വലിയൊരു അസുഖമുള്ള ആളാണ് ഇതിൽ കുഞ്ചാക്കോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അസുഖമുള്ളൊരു മനുഷ്യന്റെ എല്ലാ തലങ്ങളും കാണിക്കുന്ന ഒരു, നമുക്ക് തന്മാത്ര എന്ന് പറഞ്ഞ സിനിമയാണ്, അത് കുറച്ച് ലാഗ് സിനിമയാണ്. കാരണം ലാഗ് എന്ന് ഞാൻ പറയുന്നത് അതിൽ മോഹൻലാലിന്റെ ആ ഒരു പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ മെന്റലി അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഉള്ള പ്രശ്നങ്ങൾ കാണിക്കാൻ ആ ലാഗ് വേണ്ടി വരും. പിന്നീട് അതിനുശേഷമാണ് അതിൽ നിന്ന് കാര്യങ്ങൾ വരുന്നത്. മാത്രമല്ല അത് ഭയങ്കരമായ സോഷ്യൽ എലമെന്റ്സ് ഉള്ള ഒരു സിനിമ കൂടിയാണ്. വലിയൊരു, ഞാൻ അതിന്റെ എന്താ പറയുക സ്പോയിലർ പറയുന്നില്ല, വലിയൊരു സോഷ്യൽ എലമെന്റ്സ്, വലിയൊരു സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പടം കൂടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ പൊളിറ്റിക്സ്, ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൽ കടന്നുണ്ട്. ഇപ്പൊ അതിൽ പറയുന്നുണ്ട്, ലിജോ മോള് പറയുന്നു പിന്നെ എന്താണ് മറ്റൊരാളുടെ ഭാര്യയുടെ അടിപ്പാവാട കഴുകി കൊടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് സ്ത്രീവിരുദ്ധത പറയുന്നു എന്ന് പറയുന്നത്. സത്യത്തിൽ അവിടെ സ്ത്രീവിരുദ്ധത, അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സ്ത്രീ ലിജോ മോൾ എത്രയോ ഉപദ്രവിക്കുന്ന ഒരു സ്ത്രീയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതാണ്. ആ സമയത്ത് എടുത്ത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കാര്യം അവിടെ പറയുന്നത്. അല്ലാണ്ട് പൊതുവായിട്ട് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നതല്ല. അവിടെ പറയുന്നത് എല്ലാ സ്ത്രീകളും ഭർത്താക്കന്മാരിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ആ സിനിമ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അശ്വന്ത് കോക്ക് ആയിക്കോട്ടെ, ഉണ്ണി വ്ളോഗ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഇവരുടെ പൊളിറ്റിക്സും ഇവരുടെ നിലപാടുകളും ഒക്കെ എടുത്തുകൊണ്ടാണ് ഇത്തരം സിനിമകളെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ രീതിയിലേക്ക് മടങ്ങി വരുന്നതാണ് ഞാൻ പറയുന്നത്. ഈ രീതിയിൽ റിവ്യൂ ചെയ്തു പോവുകയാണെങ്കിൽ അതൊരു ഇപ്പൊ 2 ലാഖിന്റെ മോളാണ് ആ പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ റിവ്യൂ കണ്ടിട്ടുള്ളത്. ആ അദ്ദേഹത്തിന്റെ റിവ്യൂ കണ്ട് മാത്രം സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചില റിവ്യൂകൾ അദ്ദേഹം പറയുന്നത് ശരിയായിട്ട് ഞാൻ പോയി കണ്ടപ്പോ ശരിയായിരുന്നു, അപ്പൊ അശ്വന്ത് കോക്ക് പറഞ്ഞ എല്ലാം ശരി എന്ന് കരുതിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഇപ്പാണ് റിവ്യൂ ബോംബിങ്ങിനെ പറ്റി വലിയ പരാതികൾ വരുന്നുണ്ട്. ഇപ്പൊ റിവ്യൂവേഴ്സ് എല്ലാം ജെന്യുവൻ ആയിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അശ്വന്ത് കോക്കിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മറ്റുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഒറിജിനൽ റിവ്യൂ ചെയ്യുന്ന ഇത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ തോന്നുന്നത് വളരെ കുറഞ്ഞ ആൾക്കാരൊക്കെ റിവ്യൂ ഉള്ള. പല ആൾക്കാരും പലരുടെ കയ്യിൽ നിന്നും പലതും വാങ്ങിയിട്ടൊക്കെ റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു സിനിമയെ തകർക്കാൻ, ഒരു സിനിമയെ വിജയിപ്പിക്കാൻ ഒക്കെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമയിൽ ആരുമായിട്ട് ബന്ധമില്ല. ഞാനിത് പ്രതികരിക്കണമെന്ന് തോന്നിയത് ഞാൻ പോയി കണ്ടു, ആ സിനിമ വളരെ നല്ലതായിട്ട് തോന്നി, അത് നല്ലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള സിനിമയായിട്ട് തോന്നി. ആ സിനിമയെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല കുഞ്ചാക്കോ ബോബൻ കുറെ നാളുകൾക്ക് ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഭിനയിക്കുന്ന, ഭയങ്കര വൈകാരികമായിട്ട് അഭിനയിക്കുന്ന ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ മാനസിക തലവും എല്ലാം ചേർന്നുകൊണ്ട് ഭയങ്കര പ്രയാസമുള്ള ഒരാൾ അഭിനയിക്കുന്ന രീതിയിൽ അത് നന്നായിട്ട് ചെയ്തൊരു സിനിമ. ആ സിനിമയെ ഇത്തരത്തിൽ മോശമായി കളയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അതിലൊരു ഇത് കൂടി പറയാം. അശ്വന്ത് കോക്ക് മുമ്പ് അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിം കണ്ടാൽ ഞാൻ അതിന് ഇതൊന്നും പറയുന്നില്ല, എന്താ പറയാ, അത്രയ്ക്ക് നല്ല ഷോർട്ട് ഫിലിമാണ്. ഇങ്ങനെ അതായത് ഒരാൾ അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അശ്വന്ത് കോക്ക് സ്വയം ഒന്ന് പറയണം. അതായത് ഞാൻ ഒരാളെ കുറ്റം പറയാൻ യോഗ്യനാണെങ്കിൽ, ഞാനൊരു പടം ചെയ്തിട്ട്, ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് എനിക്കതിൽ പക്കാ ബോറായിട്ടാണ് ഞാനത് ചെയ്തതെങ്കിൽ പിന്നീട് ഞാൻ പറയണം അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല, അത് അങ്ങനെ ചെയ്യണം. ഇതൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും, അല്ലെ? ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും പറ്റും. ഞാൻ പറയുന്നത് റിവ്യൂ ചെയ്യുന്നതിനെ പറ്റിയല്ല. അപ്പൊ ആൾക്കാർ ചോദിക്കും എന്താ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞൂടെ? പറയാം.
പക്ഷെ ആ സിനിമയിൽ ക്യാമറ ഇവിടെ വെക്കണമായിരുന്നു, ആകാശത്ത് കൊണ്ടുവച്ച് വെക്കണമായിരുന്നു, ആ സിനിമയുടെ ടൈറ്റിൽ കാർഡ് കാണിച്ചത് ശരിയായില്ല, അതിൽ ഇത്ര ലാഗ് വന്നത് ശരിയായില്ല, അതിൽ ആ സീനിൽ ഇത്ര സംഭവങ്ങളുടെ ശരിയായില്ല, അതിലൊരു പൂവ് കാണിച്ചു അത് ശരിയായില്ല എന്നൊക്കെ തരത്തിലുള്ള റിവ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമ ഇത് കണ്ടിട്ട് അപ്പൊ അതിനാണ് നമ്മൾ ആ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അതിലെല്ലാം ഉണ്ട്. അതോടുകൂടി നമ്മൾ കൊക്കിന് റിവ്യൂ കാണാൻ നിർത്തും. കാരണം കൊക്കിന് എന്താണ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ആ സിനിമ ആ ഒരു ഷോർട്ട് ഫിലിം അദ്ദേഹത്തിന് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് കാണിച്ചു വെച്ചത് അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെയുള്ള ഒരാളാണ് ഈ ആളുകളെ മൊത്തം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം നല്ല റിവ്യൂ ചെയ്തോട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ നല്ല റിവ്യൂ കാണുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിനെ കാടടച്ച് എതിർക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയോ അദ്ദേഹം റിവ്യൂ നിർത്തണം എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ആളാണ്. കാരണം ഓരോ ആൾക്കും റിവ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്, ഏതൊരാൾക്കും പറയാം. പക്ഷെ പറയുമ്പോൾ അതൊരു ലോജിക്കലി ആയിരിക്കണം. ഒരു കാര്യത്തെ ഇന്നത് ഇങ്ങനെയാണ് സ്ഥാപിക്കുകയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരാളുടെ റിവ്യൂ കണ്ടുകൊണ്ട് മാത്രം നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കാണരുത്. എന്റെ താല്പര്യം വേറെ ആയിരിക്കും, ഇപ്പം തന്റെ താല്പര്യം വേറെ ആയിരിക്കും, ഇവിടെ ക്യാമറമാന്റെ താല്പര്യം വേറെ ആയിരിക്കും. ഞാനൊരു രസകരമായ കാര്യം വെച്ചാൽ കഴിഞ്ഞ ജോജു ജോർജിന്റെ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമ ഉണ്ടായിരുന്നു വരവ്. ആ വരവ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു 2005 ഇപ്പുറത്ത് ജീവിച്ചിരുന്ന കുറെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പണ്ടത്തെ മുണ്ടു മടക്കി കുത്തിയുള്ള അടിയും അത്തരത്തിലുള്ള ഇതാണ്. പക്ഷെ അതിന് ശേഷമുള്ള കുറെ അധികം പുതുതലമുറകൾക്ക് ഇത് എന്തൊരു ക്രിഞ്ച് പടാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് ആ രീതിയിലാണ്. പക്ഷെ 90s അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് 2 ജനറേഷനിൽ വരുന്ന സിനിമയാണ്. അപ്പൊ ആ സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു സിനിമയെ ഒരു പറ്റം ആളുകൾക്ക് ഇഷ്ടമില്ല എന്ന് കരുതിയിട്ട് മറ്റൊരു പറ്റത്തിന് ഇഷ്ടമാവാതിരിക്കണമൊന്നുമില്ല. അപ്പൊ അവിടെ തകരുന്നത് ഒരു സിനിമ വ്യവസായമാണ്. അപ്പൊ ഞാൻ പോയിട്ട് ഇപ്പൊ എന്റെ റിവ്യൂ കണ്ടിട്ട് ഇത് ശരിയല്ല എന്ന് കരുതിയിട്ട് ഒരു 10,000 ആളുകൾ തിയേറ്ററിൽ പോവാതിരുന്നാൽ ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുമായിരുന്ന ഒരു സിനിമ പോയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തകരുന്നത് സിനിമയും സിനിമ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ നമ്മൾക്ക് നല്ല സിനിമ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് കാണുള്ളൂ. പക്ഷെ അതിനെയും തടയുന്ന രീതിയിലാണ് ഈ റിവ്യൂകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായ പ്രശ്നമാണ്. ഇപ്പം പല ആൾക്കാരും ഉണ്ട്. അപ്പം ഇവരൊക്കെ ഇവരുടെ ധാർമ്മികത, ഇവരുടെ രാഷ്ട്രീയം ഒക്കെ ഇതിലിങ്ങനെ കുത്തിക്കയറ്റും നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത് ശരിയല്ല. എന്നാൽ ഒരു നല്ല സിനിമയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഉന്മാദം എന്ന് പറയുന്നത്. ഒരു വ്യത്യസ്തമായ സിനിമ, ഭയങ്കരമായ സിനിമ എന്ന് ഞാൻ പറയുന്നത് എബോ ആവറേജ് സിനിമ അതെനിക്ക് പറയാം. അതിൽ കുഞ്ചാക്കോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷാഹി കബീറിന്റെ എഴുത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സംവിധായകൻ അത് മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സ് മാത്രമാണ് കുറച്ചും കൂടി നന്നായിരിക്കാം എന്ന് നമുക്ക് തോന്നിയത്. പക്ഷെ ആ സിനിമ ഇത്തരത്തിൽ ഒരു തരത്തിലും ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ളൊരു എനിക്ക് സംശയമില്ല.